കമ്മിങ് ടു ദ ഡ്രസ്. സോ ഡ്രസ്സ് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഗേജ്മെൻറ്റ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നിക്കാൻ്റെ ഡ്രസ്സ് ഞാൻ ആരെടുത്ത് പോകണം, ഞാൻ 2-3 ഇൻസ്റ്റഗ്രാം ലൈക്ക് പേജിന് ടെക്സ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ എനിക്ക് അറിയുന്ന ഡിസൈനേഴ്സിന് ടെക്സ്റ്റ് ചെയ്ത് നോക്കി. ബട്ട് എവ്രി വൺ വാസ് ലൈക്ക് ഇത് ഭയങ്കര ചെറിയൊരു ഷോർട്ട് പീരീഡാണ്, വി കുഡിൻ ഡു നത്തിങ് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഇതേപോലെ ലൈക്ക് നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെ വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേൺ അപ്പ് ലൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി സ്കാഡ്. ഐ ഡോണ്ട് നോ ആർക്ക് കൊടുക്കണം, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഭയങ്കര പേടിച്ചു. അതിന് ശേഷം ഞാൻ ഒരു ഡിസൈനറിന് ഓൾറെഡി നമുക്കൊരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ, ഇവരെ കൊണ്ട് എന്തായാലും എൻ്റെ വെഡ്ഡിങ് ചെയ്യിപ്പിക്കണം. ഇവർ ലക്ഷറി ബ്രൈഡൽ പേജാണ് ജസാഷ്, പറയാണ്ടിരിക്കാൻ വയ്യ ജസാഷ്. ഞാൻ എൻ്റെ മനസ്സിലൊന്നും ലൈക്ക് ഐ വുഡ് സേ ലൈക്ക് 2 years before സംതിങ് ലൈക്ക് ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട്. അവരുടെ നോർമൽ ലൈക്ക് പാർട്ടി ചുരിദാർ സെറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് അതന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അത്. എവറി സിംഗിൾ വർക്ക് ഓഫ് ജസാഷ് ഈസ് ടൂ ഗുഡ് എന്നാൽ ടൂ ഗുഡ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു മണി അല്ലെങ്കിൽ പൈസയുടെ എന്താ പറയുക, ഒരു വാല്യൂ ഉള്ളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ വാല്യൂ ഉള്ളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് അവർ ചെയ്തു തരാറ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇതിന് മുന്നേ ഒരു ഈദിന് ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ ഐ തിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്തും എൻ്റെ ഫ്ലൈങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ വാസൻ ഏബിൾ ടു സ്റ്റിച്ച് ഇറ്റ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല, ടൈലർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ദേ സെഡ്, അതിന് ഒരു വട്ടം അവർ കോണ്ടാക്ട് ചെയ്തു, ദേ സെഡ് നോ ടു മീ, ലൈക്ക് പറ്റില്ല, അവർക്ക് ഇത്രയും ചെറിയ ടൈം ഫ്രെയിമിൽ ദേ കുഡിൻ ഡു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഞാൻ വേറെ 2-3 ഡിസൈനേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു. സോ അവരും ലൈക്ക് ഞാൻ വിചാരിച്ച മോഡൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് ദേ കുഡ് ഡു സംതിങ് ഇൻ ദിസ് ടൈം ഫ്രെയിമിനുള്ളിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഐ വാസൻ ഹാപ്പി, ലൈക്ക് ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു അങ്ങനെ കേട്ടപ്പോൾ. പിന്നെ ഞാൻ വീണ്ടും ജസാഷിലേക്ക് മെസ്സേജ് അയച്ചു, ലൈക്ക് ഐ നോ ഇറ്റ്സ് റിയലി എ ഷോർട്ട് ടൈം, ലൈക്ക് വിത്തിൻ 1 to 2 weeks nobody could do nothing, like I really wanted, could you do something that I don't know. ഞാൻ പറയുവാണെങ്കിൽ പഠിച്ചവനായിട്ട് തന്നെ വീണ്ടും എനിക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ തോന്നിപ്പിച്ചതാവാം എന്നെനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒന്നും കൂടെ ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ ഐ ഗോട്ട് എ റിപ്ലൈ. ജസ്താൻ്റെ നമ്പർ എനിക്ക് തന്നു. ഇത് ജസ്ത നമ്പറാണ്, ജസ്റ്റ് ഇതിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജസ്തയാണ് എനിക്ക് റിപ്ലൈ തന്നത്. ജസാഷിൻ്റെ ഓണർ ഡിസൈനർ ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ പുള്ളിക്കാരുടെ നമ്പർ തന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, ഐ വാസ് വർക്കിംഗ് ആക്ച്വലി ഓൺ ദാറ്റ് ഡേ. ഞാൻ ടെൻസ്ഡ് ആയിട്ട് പുള്ളിക്കാർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെയൊക്കെയാണ് ജസ്റ്റ് കാര്യങ്ങളുണ്ടായത്. ഐ ടോൾഡ് ഹർ ദ തിങ്സ് ലൈക്ക് ദ ഹോൾ സ്റ്റോറി ഇൻ എ ഷോർട്ട് ലൈക്ക് ബ്രീഫ് ആക്കിയിട്ട് പറഞ്ഞിടത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഫസ്റ്റ് ലൈക്ക് ഷീ വാസ് ലൈക്ക് നോട്ട് എടുക്കണം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നത് എടുക്കുന്നുണ്ടാവില്ല. സോ ഐ വാസ് ലൈക്ക് ലീവ് ഇറ്റ്, ഐ വിൽ ഡു സംതിങ് ഔട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാട്ടിൽ ലൈക്ക് ഓൺലൈൻ ത്രൂ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ഓരോ ഡിസൈനേഴ്സിൻ്റെ ലൈക്ക് ഓരോ ലൈക്ക് നോർമൽ കടകളുണ്ടല്ലോ, ഇപ്പോൾ നാട്ടിലെ നോവൽ അത് ഇത് പിന്നെ ഒത്തിരി വേറെ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഉമ്മാടുത്ത് ചോദിച്ചു, അവിടെ പോയിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്താൽ മതി. ലൈക്ക് എൻ്റെ ഹോപ്പ് മൊത്തം പോയി ആക്ച്വലി, ടു ബി ഓണസ്റ്റ് എന്ന് പറയാനെനിക്ക്. കാരണം നോബഡി ഈസ് ടേക്കിൻ എൻ്റെ ഓർഡർ എടുക്കുന്നില്ല. കാരണം എനിക്ക് അറിയില്ല എൻ്റെ റെഫറൻസ് ലൈക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഈ കളർ ആവണം, ഇങ്ങനെ ആവണം, വൈ ഷുഡ് ഹാവ് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് വർക്ക് ഇങ്ങനെ വരണം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ നിന്ന് ഉമ്മ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ഗൗണും ഓരോ ലൈക്ക് സൽവാർ അത് ഇത് ലെഹങ്കാസൊക്കെ കാണിച്ചു തരാൻ തുടങ്ങി. ഐ വാസ് നോട്ട് റിയലി ഹാപ്പി. ലൈക്ക് ഐ തിങ്ക് ദേ ഡിഡ് വെൻ ടു ലൈക്ക് 4 to 5 ദേ സ്റ്റാർട്ടഡ് ടു ലുക്ക്. അത് 4th 5th ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റിൻ്റെ അടുത്ത് ഐ വാസ് സ്റ്റിൽ ഹാവിങ് ചാറ്റ് ആൻഡ് സ്റ്റഫ്. ലൈക്ക് നമ്മളപ്പോൾ എൻ്റെ കല്യാണത്തിലേക്കുള്ള ലൈക്ക് ഓൾറെഡി നിൽക്കാൻ ഔട്ട്ഫിറ്റ് ഇല്ല, ഓക്കെ, കല്യാണത്തിലേക്കുള്ള റെഫറൻസ് അയക്കാൻ തുടങ്ങി. സോ ജസ്റ്റ് അഗെയിൻ ജസ്റ്റ് എന്തോ ഒന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, നീ നിൻ്റെ നിക്കാൻ്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞില്ല, അത് ഒന്നും കൂടെ ഒന്ന് ഇതാക്കുമോ, ഒന്നും കൂടെ ഷെയർ ചെയ്യുമോ, ഒന്നും കൂടെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ എന്നൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഐ വാസ് ലൈക്ക് എനിക്ക് ഹോപ്പില്ല, ബട്ട് സ്റ്റിൽ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ് മീ സെൻഡ് ഇറ്റ്. ഐ വാസ് വർക്കിംഗ്, ഐ വാസ് ഇൻ എ റഷ്. ഞാൻ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിക്ക് എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. റിസ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു, റിസ്ലി ഗീവ് മീ ലൈക്ക് 1 day അതോ 2 day അങ്ങനെ എന്തോ പറഞ്ഞു. ലൈക്ക് ലിറ്ററലി നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് എനിക്ക് ഒന്ന് ലൈക്ക് 2 ആഴ്ചനുള്ളിൽ എത്തും നാട്ടിലേക്ക്. എനിക്ക് ശരിക്കും ഇപ്പോൾ ഓർമ്മയില്ല കുറേ കാര്യങ്ങൾ, ഓക്കെ. ഇപ്പോൾ ലൈക്ക് 3-4 മാസമായില്ല, അതിൻ്റെ ഒരു ഇതുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് സോറി, ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ടൈം തായോ, ഒരു ദിവസം ടൈം തായോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറ്റേന്നുണ്ട് പുള്ളിക്കാരി മെസ്സേജ് അയച്ചു, വി ഡു ഹാവ് എ മെറ്റീരിയൽ, ലൈക്ക് അവർ വർക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അത്, ലൈക്ക് ഓൾറെഡി അവർ അതിൽ വർക്ക് ചെയ്യുക. ആ മെറ്റീരിയൽ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ജസ്റ്റ് പ്ലീസ്, ലൈക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എന്തായാലും ഇതെൻ്റെ ഡ്രീം ഔട്ട്ഫിറ്റാണ്, എത്ര ഇതായാലും കുഴപ്പമില്ല, ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റിൽ പുള്ളിക്കാരുടെ അടുത്ത് പോയി. പുള്ളിക്കാരി വാസ് ലൈക്ക് എനിക്ക് കാണിച്ചു തന്നു റഫ് ലുക്ക് ഇതിങ്ങനെ ആവും, ഈ ഒരു ഹാൻഡ് വർക്ക് ഇവിടെ വരും, ഈ ഒരു ലേസി സൈഡിൽ ഇങ്ങനെയൊക്കെ മെറ്റീരിയൽ വരിക, ഇത് ഡൈ ചെയ്ത് നമുക്ക് എടുക്കുക ഇയാളുടെ കളറിലേക്ക്, ഇഷ്ടപ്പെട്ട കളറിലേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് really happy. I don't know how to thank Jasta. She did my outfit within like just literally 2 weeks. Not even 2 weeks, I would say. She did everything like in like I would say like 12 days or 10 days. Yeah. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും സെറ്റാക്കി. ബട്ട് ഷീ ഡിഡ് മൈ ലൈക്ക് എൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ ഓൺലൈൻ ത്രൂ ആയിരുന്നു. ചേച്ചി ഇവിടെ സൈഡിലുണ്ടാവുന്നതാണ് ഞാനിങ്ങനെ മറക്കുന്നത് കേട്ടോ ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ചേച്ചിക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല, ചേച്ചി കൺസൾട്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കും, അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഞാനിവിടെ മറച്ചിരിക്കുന്നത്. സീരിയൊന്നും പോസ്റ്റ് ചെയ്യില്ല കേട്ടോ, സീരിയൊന്നും മൈൻഡ് ആക്കണില്ല. ഓ സോറി, അതിനിടയിൽ വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു, ചേച്ചി വന്നു, അതുകൊണ്ട് വീഡിയോ ഒന്ന് കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ആക്ച്വലി വിത്തിൻ ലൈക്ക് 10 to 12 days കൊണ്ട് എൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തു. പിന്നെ ഓരോ വട്ടം പുള്ളിക്കാരി ലൈക്ക് മേക്ക് ഷുവർ ആയിരുന്നു ഈ ഒരു കളർ ഓക്കെ അല്ലേ, ഇവിടെ ഈ ലേസ് ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എല്ലാതും എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പുള്ളിക്കാരി മാക്സിമം അത് ലൈക്ക് ആ ഒരു റെഫറൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മോഡലിലേക്ക് എത്തിക്കാൻ മാക്സിമം പുള്ളിക്കാരി നോക്കിയിരുന്നു. അതിന് എനിക്കെപ്പോഴും എന്താ പറയുക, എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഹോൾ ടീം ഓൺലൈൻ ത്രൂ നമ്മൾ എന്താ പറയുക മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു, ഓൺലൈൻ ത്രൂ എല്ലാം ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുമായിരുന്നു, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. എല്ലാം കൊണ്ടും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. പിന്നെയാണ് അടുത്തത് വരുന്നത് ജ്വല്ലറി. സത്യം പറഞ്ഞാൽ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച ജ്വല്ലറീസ് ഒക്കെ ഓൾറെഡി ഇറ്റ്സ് ലൈക്ക് ഒത്തിരി ബ്രൈഡ്സ് ജാനുവരിയിൽ നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കാര്യങ്ങളൊക്കെ പോയിരുന്നു. പിന്നെ ജ്വല്ലറിൻ്റെ നെട്ടോട്ടായി. ജ്വല്ലറിൻ്റെ ലൈക്ക് ഫസ്റ്റ് നമ്മൾ കോട്ടയ്ക്കുള്ള 2-3 സ്റ്റോറിൽ പോയി, പിന്നെ മലപ്പുറത്തുള്ള സ്റ്റോറിൽ പോയി, പിന്നെ അറ്റ് ലാസ്റ്റ് ഗോൾഡൻ കപ്പ് ജ്വല്ലറി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അവരുടെ അടുത്ത് പോയപ്പോൾ നിഹാദ് ഇഫ് ഐ എം നോട്ട് റോങ്, നിഹാദ് അവരുടെ ഓണറാണ്, വൺ ഓഫ് ദ പാർട്ട്ണർ ഐ വുഡ് സേ, ഐ എം നോട്ട് ഷുവർ. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യാനും ഇതിനൊക്കെ ഉഷാറായിരുന്നു. ഓൺലൈൻ ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് അവർ ടീം മെമ്പേഴ്സിനോട് അവരെ കോർപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല അടിപൊളി കിട്ടാൻ അവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി ഞാൻ വിചാരിച്ച ജ്വല്ലറി ലൈക്ക് മാക്സിമം എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തു. മെഹന്തിൻ്റെ ഔട്ട്ഫിറ്റ് ആവട്ടെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ജ്വല്ലറി സെറ്റാക്കാൻ. പിന്നെ വേറെ എടുത്ത് പറയാനുള്ളത് ജസ്ത, ആ ടൈമിലും പുള്ളിക്കാരി ഓൺലൈൻ ത്രൂ ഷീ ഡിഡ് വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ ജ്വല്ലറി ഞാൻ ചെയ്ത ലൈക്ക് ഇതിലേക്ക് മാച്ച് ഉള്ളത്, കാരണം എൻ്റെ അടുത്ത് എപ്പോഴും ഔട്ട്ഫിറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി ജ്വല്ലറി സെറ്റാക്കാനും കാര്യങ്ങളിലൊക്കെ എന്നെ ഓൺലൈൻ ത്രൂ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി എൻ്റെ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ജ്വല്ലറിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ ഇറ്റ് ഷുഡ് ഗോ ഫോർ ജസ്ത. ലൈക്ക് ഞാൻ വിചാരിച്ച ആ ഒരു സംഭവം പുള്ളിക്കാരിയാണ് ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡ്രീം കം ട്രൂ അല്ലെങ്കിൽ ഇൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ജസ്തയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ വന്നതാണ് മെഹന്തി. ഐ വാസ് ലുക്കിംഗ് ഫോർ ലൈക്ക് ഒരു മെഹന്തി ആർട്ടിസ്റ്റ്. മെഹന്തി ഡേയിൽ മെഹന്തി ഇടണം എന്ന് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ എൻ്റെ മെഹന്തി ചെയ്തതും പുള്ളിക്കാരി തൊട്ടടുത്ത് വളാഞ്ചേരി ഭാഗത്തുള്ള കുട്ടിയാണ്. അടിപൊളി പറഞ്ഞാൽ മെഹന്തി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേജും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു. ലൈക്ക് എനിക്കാണെങ്കിൽ ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മെഹന്തി ഇട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കറിയില്ല പുള്ളിക്കാരി എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇരിക്കണോ, കിടക്കണോ, നിൽക്കണോ, നടക്കണോ, എല്ലാം കൊണ്ടും ലൈക്ക് കുറച്ച് എന്താ പറയുക, ഐ വുഡ് സേ ഞാനൊരു ഭയങ്കര എനിക്ക് തോന്നുന്നു ബ്രൈഡ്സ് പൊതുവേ ആ ഒരു ടൈമിൽ ഭയങ്കര ടയേർഡ് ആവുമല്ലോ, അങ്ങനത്തെ ഒരു നല്ല ടയേർഡായിട്ടുള്ള ബ്രൈഡായിരുന്നു. അപ്പോൾ പുള്ളിക്കാരും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ലൈക്ക് ഒത്തിരി ലൈക്ക് അതാണെങ്കിൽ ഇത്ര ചെയ്യാനുണ്ടായിരുന്നു. ഇറ്റ് ടുക്ക് ഹർ ലൈക്ക് ഐ വുഡ് സേ 3 to 4 hours. ലൈക്ക് ഓണസ്റ്റ്ലി ഐ അപ്രീഷിയേറ്റ് ലൈക്ക് എല്ലാ മെഹന്തി ആർട്ടിസ്റ്റിനും ലൈക്ക് അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ ലൈക്ക് അവർക്ക് അങ്ങനെ ഈ ഒരു സ്ട്രെച്ചിലിരുന്ന് അവർ അത്
ഇടുമ്പോൾ ലൈക്ക് എനിക്ക് എത്ര ബുദ്ധിമുട്ട്, ലൈക്ക് നമ്മളിങ്ങനെ കൈ കാണിച്ചെടുക്കും, നമുക്ക് തന്നെ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ അവർ ട്രൈ മാക്സിമം ലൈക്ക് അവർ ആ ഒരു വർക്ക് അത്രയും അടിപൊളിയാക്കാൻ വേണ്ടി അവർ എത്ര നേരം അതേ പൊസിഷനിൽ ഇരുന്ന് ഇങ്ങനെ ലൈക്ക് ഐ ഫീൽ സോ അടിപൊളിയായിട്ട്. കാരണം അവർ നല്ലോണം ലൈക്ക് അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഈവൻ അവരുടെ മെഹന്തി കോണ് കാര്യങ്ങൾ ഉണ്ടാക്കാനും എല്ലാം കൊണ്ടും. സോ ഞാൻ പുള്ളിക്കാരിയുടെ പേജും താഴെ കൊടുക്കുന്നുണ്ട്. അപ്കമിങ് ബ്രൈഡ്സ് ഇഫ് യു ഹാവ് എനി അടിപൊളി ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ്. ഷീ ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ്. ആൻഡ് അവരുടെ ഹെന്ന കോൺ അതും എടുത്ത് പറയേണ്ടതാണ്. ഇറ്റ് ടേൺഡ് ഔട്ട് റിയലി ഗുഡ്. ലൈക്ക് നല്ല കളറും കാര്യങ്ങളും സ്റ്റെയിനും ഉണ്ടായിരുന്നു വെൻ വി ഡിഡ് ലൈക്ക് എന്താ പറയുക മെഹന്തി കയ്യിലിട്ട സമയത്ത്. നല്ല കളർ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, പൊതുവേ എൻ്റെ കയ്യിൽ അങ്ങനെ കളേഴ്സ് വരാറുണ്ട്, ബട്ട് അത്രയ്ക്ക് സ്റ്റെയിൻ വരാറില്ല. പക്ഷേ നല്ല സ്റ്റെയിനും കാര്യങ്ങളും വന്നിരുന്നു മെഹന്തിൻ്റെ ലൈക്ക് വിത്തിൻ 1 day I would say. പിന്നെ നിക്കാഹിൻ്റെ ലൈക്ക് 2ാമത്തെ ദിവസമായപ്പോഴത്തേനും ഭയങ്കര അടിപൊളി. വാസ് ലൈക്ക് നിങ്ങൾ തന്നെ അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം. ഭയങ്കര കളറും സ്റ്റെയിനും വന്നിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ എന്താ പറയുക മെഹന്തി കാര്യങ്ങൾ സുന്ദരിയാണ്. നോക്കട്ടെ